Dear students, welcome to Learner's World. In this video, I'm going to talk about micro entrepreneurship programs, Kudumbashree Official, MDC Commerce and Entrepreneurship, 3rd semester, Calicut University. Summary of micro entrepreneurship programs, Kudumbashree Official. It is a video published to showcase the various ventures undertaken by Kudumbashree to strengthen women and other marginalized sections of Kerala. മൈക്രോ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാംസ്, അതായത് കുടുംബശ്രീയൊക്കെ നടത്തുന്ന ചെറുകിട വ്യവസായങ്ങളാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതൊരു യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുടുംബശ്രീ നടത്തുന്ന ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് സ്ത്രീകളെ സ്ത്രീ ശാക്തീകരണം, അതുപോലെ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് കേരളത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ കുടുംബശ്രീ നടത്തുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത്. Kudumbashree is considered one of Kerala's most innovative models of social upliftment and poverty eradication aimed at empowering women and to reduce poverty. കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നൂതനമായിട്ടുള്ള ഒരു മോഡലാണ് കുടുംബശ്രീ. ഇത് കൂടുതൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്, പോവർട്ടി ഇറാഡിക്കേഷൻ, അതായത് പട്ടിണി ഇല്ലാതാക്കുക, അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ മുൻപന്തിയിൽ കൊണ്ടുവന്ന് അവരുടെ പട്ടിണിയൊക്കെ മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. The mission is under the Department of Local Self-Government and focuses on promoting sustainable development and uplifting the socio-economic status of women and other marginalized sections. അപ്പോൾ ഈ ഒരു കുടുംബശ്രീ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്, സുസ്ഥിര വികസനമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന താഴേക്കിടയിലുള്ള ആളുകളെ ഉന്നമനം കൂടെ ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീ ശാക്തീകരണം കൂടെ ഇത് ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കുടുംബശ്രീ works to eradicate poverty by enabling women to become financially self-sufficient through various micro-entrepreneurship programs. കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് തന്നെ പട്ടിണി ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് സ്ത്രീകളെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നവരായിട്ട് മാറ്റുക, ചെറുകിട വ്യവസായങ്ങളിലൂടെ സ്ത്രീകളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുക, അതിലൂടെ സമൂഹത്തിൽ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു കുടുംബശ്രീയിലൂടെ വരുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, മെയിൻലി ഓപ്പറേറ്റിംഗ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് സെക്ടേഴ്സ്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒരു ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. അതായത് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, അതുപോലെ സർവീസ് സെക്ടറിലൊക്കെയാണ് ഇത് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. സം ഓഫ് ഇറ്റ്സ് കീ വെഞ്ചേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ഇൻക്ലൂഡ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്. ദീസ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ദ കുടുംബശ്രീ സിസ്റ്റം ഫോംഡ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് ലെവൽ. അതായത് ഈ കുടുംബശ്രീയിൽ തന്നെ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, അതായത് അയൽക്കൂട്ടം ഈ കുടുംബശ്രീയിലുള്ള ഒരു യൂണിറ്റാണ്. ഇത് കുടുംബശ്രീ സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് യൂണിറ്റാണ് അയൽക്കൂട്ടം എന്ന് പറയുന്നത്. കുടുംബശ്രീ പ്രൊവൈഡ്സ് വേരിയസ് മീൻസ് ഓഫ് സപ്പോർട്ട്, ഗൈഡൻസ് ആൻഡ് ഫണ്ടിങ് ടു ഇറ്റ്സ് കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസസ്. അതായത് കുടുംബശ്രീ പല രീതിയിലുള്ള സപ്പോർട്ടും ആളുകൾക്ക് നൽകുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഗൈഡൻസ് നൽകുന്നുണ്ട്, ഫണ്ടിങ് സിസ്റ്റം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബശ്രീ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യാശ ഇസ് എ പ്രൊജക്ട് ഡിസൈൻ ടു എംപവർ ദ ഡിപ്രൈവ്ഡ് സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ. പ്രത്യാശ എന്ന് പറയുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് പ്രതീക്ഷ, ഹോപ്പ്. ഇതൊരു പ്രൊജക്റ്റാണ്. ഇത് താഴെക്കിടയിലുള്ള ആളുകളെ അവരുടെ ശാക്തീകരണമാണ് പ്രത്യാശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രിമിക്സ് ഈസ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഗിവൻ ടു ഇൻഫാൻസ് ആൻഡ് അംഗൻവാടി യൂണിറ്റ്സ്. ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ്, അതായത് അംഗൻവാടി യൂണിറ്റ്സിന് ഇൻഫാൻസിനൊക്കെ നൽകാൻ കുറച്ച് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുക, അതാണ് ന്യൂട്രിമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അറൈസ് ഈസ് പ്രൊജക്റ്റ് ഓഫറിങ് വൊക്കേഷണൽ ട്രെയിനിങ് ടു ഇൻഡിവിജ്വൽസ് അഫക്റ്റഡ് ബൈ നാച്ചുറൽ കലാമിറ്റീസ്. അതായത് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അതിലൊക്കെ പെട്ടിട്ട് ഉള്ള ഒരുപാട് ആളുകളുണ്ടാവും. അതുമൂലം ഒരുപാട് വീടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊരു വൊക്കേഷണൽ ട്രെയിനിങ് നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അറൈസ് എന്ന് പറയുന്നത്. ജനഹിയ ഹോട്ടൽ പ്രൊവൈഡ്സ് ക്വാളിറ്റി ഫുഡ് അറ്റ് എ റീസണബിൾ പ്രൈസ്. ജനഹിയ ഹോട്ടൽ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു കുടുംബശ്രീയുടെ കീഴിലുള്ള ഓരോ സംരംഭങ്ങളാണ്, ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനകീയ ഹോട്ടൽ എന്ന് പറയുന്നത് ക്വാളിറ്റി ഫുഡ് റീസണബിൾ പ്രൈസിന് നൽകുന്ന ഒരു പ്രൊജക്റ്റാണ്. ദെൻ ഹരിതകർമ്മ സേന ഇസ് എ consortium that manages common facilities, centers and education and social services that span beyond economic activities. They coordinate waste management in the state. ഹരിതകർമ്മ സേന നമുക്കൊക്കെ അറിയുന്ന, നമ്മളെ വീടുകളിലൊക്കെ വന്നിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഹരിതകർമ്മ സേന എന്ന് പറയുന്നത്. Then Kudumbashree not only makes poverty eradication possible through individual empowerment, but it also acts as an income generating source for the neighborhood groups members, paving the way for local economic development. കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ മാത്രമല്ല, അതായത് ആ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ഏൺ ചെയ്ത് പോവർട്ടി പട്ടിണി ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടെ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് ഓരോ ചെറിയ ചെറിയ കുടിൽ വ്യവസായത്തിലൂടെ ആ ഒരു സമൂഹത്തിൽ തന്നെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്